വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വലിയ ആഡംബരങ്ങളില്ലാത്ത ഒരു സൺഡേ ആയിരുന്നു കേട്ടോ ഇന്ന്. ഞങ്ങൾക്ക് പള്ളിയിലേക്ക് രാവിലെ പോയി. ഇന്ന് മിഷൻ സൺഡേ ആയത് കാരണം നല്ല ക്രൗഡായിരുന്നു. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. സ്റ്റാളും കാര്യങ്ങളും ഒക്കെ. ആദ്യത്തെ കുർബാന കഴിഞ്ഞതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും ബേബിച്ചി മിന്നൂട്ടിയും കൂടെ നേരെ അങ്ങ് പോയി. നല്ല തിരക്ക് തന്നെയായിരുന്നു. ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നൂൽപ്പെട്ടും ബീഫും പിന്നെ അതുപോലെ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായത് കാരണം ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ച് നേരെ തന്നെ ഒരു പൊട്ടിക്കറി ഫ്രൈഡ് റൈസും വാങ്ങിച്ചുകൊണ്ട് നേരെ അങ്ങ് വീട്ടിലേക്ക് പോന്നു കേട്ടോ. വഴിയിൽ കണ്ട പരിചയക്കാരോട് പരിചയം പുതുക്കിയും ഒക്കെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളത്തിൽ കാണുന്ന കുറേ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടോ. അങ്ങനെ നമ്മൾ നൈസായിട്ട് വീടിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ബേബിച്ചിനെ വാങ്ങിച്ച് വേഗം ഞാൻ കയ്യിലേക്ക് പിടിച്ചിട്ടോ. അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ഞങ്ങളുടെയൊക്കെ പഴയ നൊസ്റ്റു ഒരു ഓർമ്മ വന്നത്. എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഈ അമ്പലത്തിലെ പാട്ടൊക്കെ കേട്ടിട്ടാണ് പണ്ട് നമ്മൾ എഴുന്നേറ്റുകൊണ്ടിരുന്നത് പള്ളിയിൽ പോകാനൊക്കെ. അങ്ങനെ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അമ്മ നേരെ തന്നെ അടുക്കളയിലേക്ക് കയറി കേട്ടോ. അമ്മയുടെ കൂടെ കൊച്ചു വർത്താനം പറഞ്ഞ് ഞാനും കയറി. അങ്ങനെ നല്ല ചൂട് പാലപ്പവും നല്ല ഏലക്കയിട്ട ചായയും പൊട്ടിക്കറിയും കൂട്ടി അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒപ്പിച്ചോട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ ബേബിച്ച് വർത്താനം പറഞ്ഞൊക്കെ തുടങ്ങിയ കാരണമുണ്ട് ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴൊക്കെ ബേബിച്ച് വർത്താനം പറയുന്നിരിക്കുന്നുണ്ട് കേട്ടോ. വിഷയത്തിൽ നിന്ന് തെന്നിപ്പോയി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാനൊന്ന് മുകളിലേക്ക് കയറി. ഇപ്പം മുകളിൽ പണി നടക്കുന്ന കാരണമുണ്ട് നമ്മളൊന്ന് വെറുതെ ഒന്ന് ചെന്ന് നോക്കണമല്ലോ. ഇന്നലെ മഴ പെയ്ത കാരണമാണ് നമുക്ക് ചെടികളൊന്നും നനയ്ക്കേണ്ട വന്നില്ല കേട്ടോ. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് മുകളിലൊക്കെ ഒന്ന് കയറി നോക്കി. പണിത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ തുരുമ്പ് വന്നിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് മുകളിലൊക്കെ കയറി ഒന്ന് ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരം മുകളിൽ ഇരിക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് നേരം ചെടികളുടെ വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആമ്പൽ വിരിഞ്ഞേക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ആമ്പൽ ഇങ്ങനെ വിരിഞ്ഞേക്കുന്നുണ്ട്. അത് കുറച്ച് നേരം നോക്കി വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അമ്മയുടെ അടുത്ത ചെടികളിലേക്ക് ഞാൻ നോക്കാൻ തുടങ്ങി. കുറേ നല്ല പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആലോചിച്ചു കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തേക്കാമെന്ന്. അങ്ങനെ നല്ലോണം ഞാൻ അറൗണ്ട് ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൂത്തോന്ന് അറിയണമല്ലോ. അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ എന്നോട് പറഞ്ഞിരുന്നു. മടിയാണ് എനിക്ക്, അത് വേറെ കാര്യം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം മുകളിലൊക്കെ വന്നിട്ട് ഞാൻ പെട്ടെന്ന് താഴത്തേക്ക് പോന്നു. താഴത്ത് വന്നപ്പോൾ അനീഷേട്ടൻ ബേബിച്ചിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ മീനും വാങ്ങിച്ചു കേട്ടോ. എല്ലാ ഞായറാഴ്ചയും ബീഫല്ലേ. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് കഴിയുമ്പോഴത്തേക്കും മുന്നോട്ട് ബേബിച്ചിന് ഉറക്കലായിട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബേബിച്ചിയുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് അങ്ങ് വന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അത് അൺബോക്സിങ് ആയിരുന്നു. എന്താ അവിടെ നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. നല്ല രീതിയിൽ തന്നെ അത് അൺബോക്സിങ് ഉള്ള പരിപാടികളൊക്കെ ആയിരുന്നു. സത്യം പറയട്ടെ, ആദ്യത്തെ ആവേശം ഒന്ന് തുറന്ന് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പാടായിരുന്നു തുറക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ടപ്പം മുന്നോട്ട് പറഞ്ഞു, മതി മമ്മി, ഇനി അത് എനിക്ക് തന്നേക്ക്, ഞാൻ ചെയ്തോളാന്ന്. ഞാനാണല്ലോ ബേബിച്ചിട്ട് ചേച്ചി, അപ്പം ഞാനല്ലേ ഇത് ഓപ്പൺ ചെയ്യണ്ടേ എന്നാണ് മിന്നൂട്ടി എന്നോട് പറഞ്ഞത്. അങ്ങനെ മിന്നൂട്ടി ഞാനോട് നല്ല പരിശ്രമത്തിലൂടെയാണ് കേട്ടോ അതൊന്ന് ഓപ്പൺ ചെയ്തെടുത്തത്. മിന്നൂട്ടി വളരെ ഭംഗിയായിട്ട് ആ കർത്തവ്യം അങ്ങ് നിർവഹിച്ചിട്ടോ. എന്താല്ലേ, വളരെ കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവസാനം അൺബോക്സ് ചെയ്തെടുത്തു. ഇനി ഇത് സെറ്റിങ് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി കേട്ടോ. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ സെറ്റൊക്കെ ചെയ്തു. പിന്നെ അമ്മയുടെ മുളകിട്ട മീൻകറി ഒന്നും പറയാനില്ല. അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഉച്ചക്കൽ തോണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളൊക്കെ കൂടി മൂവി കാണാനായിരുന്നു കേട്ടോ. ഇത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഞാൻ കണ്ടു തുടങ്ങിയ മൂവിയാണ് ജയിലർ. ലാസ്റ്റ് ക്ലൈമാക്സ് ആയി. എനിക്ക് ഈ ട്യൂൺ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് നേരം ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും മിന്നൂട്ടിയുടെ റീൽസ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ സൺഡേ നല്ല കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്, ബൈ ബൈ.